ഹായ് ഓൾ, വെൽക്കം ടു നോ യുവർ കെമിസ്ട്രി. സോ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുവാണ്. മെറ്റബോളിസം, അതിൽ ലിപ്പിഡ് മെറ്റബോളിസം ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈസ് ബീറ്റ ഓക്സിഡേഷൻ. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ടിങ് ബീറ്റ ഓക്സിഡേഷൻ കുറേ പേർക്കെല്ലാം ഫെമിലിയർ ആയിരിക്കും. ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ, സോ ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്സിഡേഷൻ ആൻഡ് സ്പ്ലിറ്റിംഗ് ആണ്. ഓക്കെ, മെയിൻലി 2 കാർബൺ യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു റിമൂവലാണ് ഫ്രം ദ ഫാറ്റി ആസിഡ് ചെയിൻ. ഇനി എന്തുകൊണ്ട് ഇതിനെ ബീറ്റ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഓക്സിഡേഷൻ ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് 2 കാർബൺ യൂണിറ്റ്സ് ഒക്കേഴ്സ് അറ്റ് ദ ബീറ്റ കാർബൺ. സോ ബീറ്റ കാർബണിലാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽസിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഓക്സിഡേഷൻ ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് 2 കാർബൺ യൂണിറ്റ്സ് ഒക്കേഴ്സ് അറ്റ് ദ ബീറ്റ കാർബൺ ആറ്റം. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ബീറ്റ ഓക്സിഡേഷൻ. ഓക്കെ, സോ ഇവിടെ ഹൈഡ്രോ കാർബൺ ചെയിൻസിൻ്റെ ഓക്സിഡേഷൻ ആണ്. ഇറ്റ് ഒക്കേഴ്സ് ബൈ സീക്വൻഷ്യൽ ക്ലീവേജ് ഓഫ് കാർബൺ ആറ്റംസ്. സോ കാർബൺ ആറ്റംസിന് സീക്വൻഷ്യൽ ക്ലീവേജ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബീറ്റ ഓക്സിഡേഷന് കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതായത് പ്രിപ്പറേറ്റീവ് സ്റ്റെപ്സ് ഉണ്ട് കുറച്ച്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പ്രിപ്പറേറ്റീവ് സ്റ്റെപ്സിൽ മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ടേംസ് എല്ലാം വരുന്നുണ്ട്. സോ അതൊക്കെ കുറച്ച് ഈസിയാണ് പഠിക്കാൻ. സോ നമുക്ക് ഫെമിലിയർ ആണ് വൈറ്റമിൻ പാൻറ്റോത്തനിക് ആസിഡ്. ഓക്കെ, സോ ഈ പ്രിപ്പറേറ്റീവ് സ്റ്റെപ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് നമ്മുടെ വൈറ്റമിൻ പാൻറ്റോത്തനിക് ആസിഡ്. ഓക്കെ, ദ കോഎൻസൈം എ എന്നൊരു മോളിക്യൂളുണ്ട്, കോ എ. അതാണ് കോഎൻസൈം എ ഓർ കോ എ. ഒരു കോംപ്ലെക്സ് മോളിക്യൂളാണ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ ബി കോംപ്ലെക്സ് വൈറ്റമിൻ, പാൻറ്റോത്തനിക് ആസിഡ് ആൻഡ് ബീറ്റ മെർക്കാപ്റ്റോ എത്തനോൾ അമീൻ. യു ക്യാൻ സീ ദ സ്ട്രക്ചർ ഓവർ ഹിയർ. ഓക്കെ, സോ ഈ ഒരു കോമ്പിനേഷൻ, അതായത് കോഎൻസൈം എ ഈസ് എ കോംപ്ലെക്സ് മോളിക്യൂൾ വിച്ച് കണ്ടെയ്ൻസ് ബീറ്റ ബി കോംപ്ലെക്സ് വൈറ്റമിൻ പാൻറ്റോത്തനിക് ആസിഡ് ആൻഡ് എ മോളിക്യൂൾ ഓഫ് ബീറ്റ മെർക്കാപ്റ്റോ എത്തനോൾ അമീൻ. ഓക്കെ, സോ ഈ ഒരു എസ് എച്ച് ഗ്രൂപ്പ് യു ക്യാൻ സീ ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് എസ് എച്ച് ഗ്രൂപ്പ് ബീറ്റ മെർക്കാപ്റ്റോ എത്തനോൾ അമീൻ ഇസ് ഹാവിങ് എസ് എച്ച് ഗ്രൂപ്പ്. സോ ഈ എസ് എച്ച് ഗ്രൂപ്പ് വിച്ച് ഫോംസ് എ തയോഎസ്റ്റർ ബോണ്ട് ഇൻ അസൈൽ കോയെ. ഓക്കെ, തയോഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കോയെ അല്ലെങ്കിൽ നമ്മൾ കോയെ എസ് എച്ച് എന്നാണ് പറയുക. ഓക്കെ, നമ്മൾ കോയെ എന്ന് പറയുന്നുണ്ടെങ്കിലും കോയെ എസ് എച്ച് എന്നാണ് പറയേണ്ടത്. ഓക്കെ, സോ ഇതൊരു അറിയേണ്ട ചില പോയിൻറ്റ്സ് ആണ്. ഇനി നമുക്ക് ഫാറ്റി ആസിഡിൻ്റെ ഓക്സിഡേഷൻ ആണ്. ഓക്കെ, സോ ഫാറ്റി ആസിഡ്സിൻ്റെ ഡിഗ്രഡേഷൻ പ്രോസസ്സാണ് വൺ വേ പറഞ്ഞാൽ. സോ ഇതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ഫാറ്റി ആസിഡ്സിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫാറ്റി ആസിഡ് എന്ന ആ ഒരു ഫോമിൽ നിന്ന് മാറ്റി നമ്മളതിനെ ആക്ടിവേറ്റ് ചെയ്യണം. സോ എല്ലാ ഫാറ്റി ആസിഡ്സും ദേ ആർ ആക്ടിവേറ്റഡ് ടു ദെയർ കോ എ ഫോം. സോ അതുകൊണ്ടാണ് കോയേൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ പറഞ്ഞത്, കോയ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത്. സോ ഓൾ ദ ഫാറ്റി ആസിഡ്സ് അണ്ടർ ഓക്സിഡേഷൻ ഹാസ് ടു ബി ആക്ടിവേറ്റഡ് ടു ദെയർ കോ എ. ഓക്കെ, ആക്ച്വലി ദിസ് ആക്ടിവേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം. ഓക്കെ, സോ ഈ ആക്ടിവേഷൻ്റെ സമയത്ത് ഒരു എ ടി പി ഈസ് യൂട്ടിലൈസിങ്. ദാറ്റ് ഈസ് എ ടി പി ഹൈഡ്രോളിസിസ് ആണ് നടക്കുന്നത്. ദാറ്റ് ഈസ് എ ടി പി ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ എ എം പി ആൻഡ് പൈറോഫോസ്ഫേറ്റ് ഫോമിംഗ് ആണ്. സോ അവിടെ 2 ഹൈ എനർജി ബോണ്ട്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് തയോകൈനേസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ഫാറ്റി അസൈൽ കോയെ സിന്തറ്റേസ്. ക്ലിയർ ആണല്ലോ? നമുക്ക് ഫാറ്റി ആസിഡ് ഓക്സിഡേഷന് വേണ്ടി നമുക്ക് ഫാറ്റി ആസിഡിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ്. സോ ഫാറ്റി ആസിഡ്സ് ആർ ആക്ടിവേറ്റഡ് ടു ദെയർ കോയെ. സോ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. സോ എ ടി പി ഹൈഡ്രോളിസിസ് ഇതിനെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. സോ എ ടി പി ഈസ് കൺവേർട്ടിങ് ഇൻ ടു എ എം പി ആൻഡ് പൈറോഫോസ്ഫേറ്റ്. സോ ദർ 2 ഹൈ എനർജി ബോണ്ട്സ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് തയോകൈനേസ് ഓർ ഫാറ്റി അസൈൽ കോയെ സിന്തറ്റേസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഫാറ്റി അസൈൽ കോയയാണ്. അസൈലും അസറ്റൈലും വേറെയാണ്. സോ ഫാറ്റി അസൈൽ കോയ എന്ന ആക്ടിവേറ്റഡ് ഫോമിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രിപ്പറേറ്റീവ് സ്റ്റെപ്സ്, വേറൊരു പ്രിപ്പറേറ്റീവ് സ്റ്റെപ്സ്, ഐ മീൻ സെക്കൻഡ് പ്രിപ്പറേറ്റീവ് സ്റ്റെപ്പാണ് കാർണിത്തിൻ എന്നൊരു മോളിക്യൂൾ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു നേരത്തെ ഫാറ്റി ആസിഡ് ആക്ടിവേഷൻ ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം. ഓക്കെ, പക്ഷേ ബീറ്റ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ഒക്കേഴ്സ് മെയിൻലി ഇൻ ദ മൈറ്റോകോൺഡ്രിയ. സോ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ സെൽസിലെ മൈറ്റോകോൺഡ്രിയയിൽ മാത്രമേ നടക്കൂ.
ഓക്കെ, ഇറ്റ് ഈസ് മൈറ്റോകോൺഡ്രിയ സ്പെസിഫിക് റിയാക്ഷൻ ആണ്. പക്ഷേ നമ്മുടെ ആക്ടിവേഷൻ എവിടെ നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിലാണ്. സോ വി ഹാവ് ടു ബ്രിങ് ദ ആക്ടിവേറ്റഡ് ഫാറ്റി അസൈൽ കോയെ ഫ്രം ദ സൈറ്റോപ്ലാസം ടു മൈറ്റോകോൺഡ്രിയ ഫോർ ദ കംപ്ലീറ്റ് റിയാക്ഷൻ ഓർ ദ ബീറ്റ ഓക്സിഡേഷൻ. ഓക്കെ, സോ ബീറ്റ ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ഫാറ്റി ആസിഡ് ആക്ടിവേഷൻ നടക്കുന്ന സൈറ്റോപ്ലാസത്തിൽ നിന്ന് ആക്ടിവേറ്റഡ് ഫാറ്റി അസൈൽ കോയനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈറ്റോകോൺഡ്രിയയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, സോ നമുക്കങ്ങനെ വെറുതെ അത് ഒരു പെർമിബിളായ ഒരു മെംബ്രെയിനൊന്നും അല്ല മൈറ്റോകോൺഡ്രിയ. സോ നമുക്കതിനെ കൊണ്ടുവരണമെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടർ സിസ്റ്റം വേണം. സോ ആ ഒരു ട്രാൻസ്പോർട്ടർ സിസ്റ്റം ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ. ഓക്കെ, ഇനി ലോങ് ചെയിൻ നമ്മൾ ലോങ് ചെയിൻ, ഷോർട്ട് ചെയിൻ, മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ആ വീഡിയോ ക്ലാസ് കാണാത്ത ആൾക്കാർ ദയവേത് അത് കാണുക. ഓക്കെ, സോ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. ഓക്കെ, സോ ലോങ് ചെയിൻ ഫാറ്റി അസൈൽ കോയെ കനോട്ട് പാസ് ത്രൂ ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ഞാൻ പറഞ്ഞു മൈറ്റോകോൺഡ്രിയയിലേക്ക് എത്തിക്കണം സൈറ്റോപ്ലാസത്തിൽ നിന്ന്. പക്ഷേ വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് നമുക്കറിയാം 20 ഓർ മോർ ഉണ്ടാവും. സോ 14 to 20, 16 to 20 എല്ലാം കാർബൺ ഉണ്ടാവും. സോ വെരി ലോങ് ചെയിൻ ആണ്. സോ ഹൈഡ്രോകാർബൺ ലെങ്ത് എത്രത്തോളം ഉണ്ടാവും. സോ അങ്ങനെയുള്ള ലോങ് ചെയിൻ ഫാറ്റി അസൈൽ കോയെ ദേ കനോട്ട് പാസ് ത്രൂ ദിസ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലൂടെ അവർക്ക് പാസ് ചെയ്ത് വരാൻ കഴിയില്ല. സോ ദേ നീഡ് എ ട്രാൻസ്പോർട്ടർ. സപ്പോസ് ചില സംടൈംസ് ഷോർട്ട് ചെയിൻ, മീഡിയം ചെയിൻ ഒക്കെ പാസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ലോങ് ചെയിൻ ദേ കനോട്ട്. ഓക്കെ, so obviously they need a transporter system, okay, to bring this activated fatty acyl CoA from cytoplasm to mitochondria. Okay, so adine help cheyyuna oru transporter system aanu carnitine. Okay, so carnitine and carnitine chemical name aanu beta hydroxy gamma trimethyl ammonium butyrate and structure njan kodutittunde. Okay, so carnitine transporter is beta hydroxy gamma trimethyl ammonium butyrate. Okay, so this carnitine is synthesized mainly in the liver and kidney. Okay, so carnitine main idu important point aanu. Carnitine is synthesized in liver and kidney. Mainly 2 amino acids nanu main item carnitine form cheyyunnathu, lysine and methionine. Very important. Okay, so carnitine is synthesized from methionine and leucine. Endengilum CML oru code vekkam, CML. That is carnitine is formed from lysine and methionine, mainly synthesized in liver and kidney. Okay, so this is the second preparative step. That is the role of carnitine. Okay, ഇനി നമ്മൾ ചില എൻസൈംസ് നമ്മൾ ജസ്റ്റ് പറയും, ബാക്കി നിങ്ങൾക്ക് ആ ഒരു ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, സോ ഫസ്റ്റ് എൻസൈം ഈസ് carnitine acyl transferase 1. Okay, that helps in the transfer of fatty acyl group to OH group of carnitine to form acyl carnitine. So ഇത് നിങ്ങൾക്ക് ഡയഗ്രാം കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഒന്നുമില്ല, കാർണിത്തിൻ നമ്മൾ പറഞ്ഞു എന്താണ്, ബീറ്റ ഹൈഡ്രോക്സി ഗാമ ട്രൈമീഥൈൽ അമോണിയം ബ്യൂട്ടറേറ്റ്. സോ നമ്മുടെ ഫാറ്റി അസൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ഫാറ്റി അസൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, OH ഗ്രൂപ്പ്, കാർണിത്തിൻ്റെ OH ഗ്രൂപ്പ് ഉണ്ട്. സോ അതിലേക്ക് ഈ ഫാറ്റി അസൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അസൈൽ കാർണിത്തിൻ ഫോം ചെയ്യുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് CAT1 ഓർ കാർണിത്തിൻ അസൈൽ ട്രാൻസ്ഫറേസ് 1. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഞാൻ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സീ ദ ഡയഗ്രാം. ഇതാണ് റോൾ ഓഫ് കാർണിത്തിൻ ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് അസൈൽ ഗ്രൂപ്പ്സ്. ഓക്കെ, സോ യു ക്യാൻ സീ ദ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ഓക്കെ, സോ ഈ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ you can see the right side, you can see the mitochondria written, left side you can see the cytosol. Okay, so നമ്മളെ ഫാറ്റി ആസിഡ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, സൈറ്റോസോൾ. സോ യു ക്യാൻ സീ ദ അസൈൽ കോയെ, ഫാറ്റി അസൈൽ കോയെ. സോ ഫാറ്റി അസൈൽ കോയെ നമ്മൾ ആര് വരുന്നു, നമ്മുടെ ട്രാൻസ്പോർട്ടർ കാർണത്തിൻ വരുന്നു. സോ അസൈൽ കോയെയും കാർണത്തിനും കൂടി കമ്പൈൻ ചെയ്യുന്നു. സോ എവിടെ OH ഗ്രൂപ്പ് ഓഫ് കാർണത്തീനിലേക്കാണ് അസൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുക. ഇൻ പ്രസൻസ് ഓഫ് CAT1, യു ക്യാൻ സീ ദ എൻസൈം CAT1. ഓക്കെ, കണ്ടല്ലോ CAT1 ലെഫ്റ്റ് സൈഡിൽ, സൈറ്റോസോൾ സൈഡിൽ. ഓക്കെ, സോ ദിസ് ഫാറ്റി അസൈൽ കോയെ കമ്പൈൻസ് വിത്ത് കാർണത്തിൻ ഇൻ പ്രസൻസ് ഓഫ് CAT1 ടു ഫോം ദ അസൈൽ കാർണത്തിൻ ആൻഡ് കോയെ വിൽ ബി റിലീസിങ്. സോ ഈ അസൈൽ കാർണത്തിൻ എന്ന ഫോമിലാണ് നമ്മുടെ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലൂടെ പാസ് ചെയ്തിട്ട് എവിടെ എത്തുക, മൈറ്റോകോൺഡ്രിയയിൽ എത്തുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ CAT1ൻ്റെ പ്രസൻസിൽ അസൈൽ കാർണത്തിൻ ഫോം ചെയ്യുന്നു. ദെൻ ഈ അസൈൽ കാർണത്തിൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ മൈറ്റോകോൺഡ്രിയയിലേക്ക് എത്തുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സോ CAT1ൻ്റെ ഹെൽപ്പോട് കൂടി ഇവിടെ എത്തുന്നു, അസൈൽ കാർണത്തിൻ അവിടെ എത്തി. ഇനി ട്രാൻസ്ലോക്കേസ് എന്നൊരു എൻസൈം ഉണ്ട്, അതിനൊരു പ്രോട്ടീൻ ഉണ്ട്. ഈ അസൈൽ കാർണത്തിൻ
ദാ ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. ഏതിൻ്റെ പ്രസൻസിൽ? CAT1ൻ്റെ പ്രസൻസിൽ. ഇനി ഞാൻ പറഞ്ഞു അസൈൽ കാരണത്തിന് എന്ത് ചെയ്യുന്നു, ഇന്ന മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലൂടെ ഇതിന് പാസ് ചെയ്യണം. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആ പ്രോട്ടീനാണ് അല്ലെങ്കിൽ എൻസൈമാണ് ട്രാൻസ്ലോക്കേസ്. സോ ട്രാൻസ്ലോക്കേസ് ക്യാരി അസൈൽ കാർണത്തിൻ അക്രോസ് ദ മെംബ്രെയിൻ ടു ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. സോ CAT1ൻ്റെ പ്രസൻസിൽ അസൈൽ കാർണത്തിൻ ഫോം ചെയ്തു. ദെൻ അസൈൽ കാർണത്തിൻ ഹാസ് ടു ക്രോസ് or move across the membrane, that is a mitochondrial membrane to mitochondrial matrix. അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ഓർ എൻസൈമാണ് ട്രാൻസ്ലോക്കേസ്. സോ ട്രാൻസ്ലോക്കേസിൻ്റെ പ്രസൻസിൽ അസൈൽ കാർണത്തിന് എന്ത് ചെയ്തു, മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലെത്തി. ഇനി ദെയർ കംസ് ദ എൻസൈം CAT2. അതായത് കാർണത്തിൻ അസൈൽ ട്രാൻസ്ഫറേസ് 2. നമ്മൾ ഫസ്റ്റ് CAT1 പറഞ്ഞു, നെക്സ്റ്റ് ഈസ് CAT2. ഇനി അസൈൽ കാർണത്തിന് ഇവിടെ എത്തി. സോ അസൈൽ കാർണത്തിനല്ല നമുക്ക് ആക്ച്വലി റിയാക്ഷൻ വേണ്ടത്, നമ്മൾക്ക് അഗെയിൻ അതിൻ്റെ ആക്ടിവേറ്റഡ് ഫാറ്റി അസൈൽ കോയെ റീഗെയിൻ ചെയ്യണം. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് CAT2. സോ CAT2 വിൽ ഡു, ഇറ്റ് വിൽ ട്രാൻസ്ഫർ ദ അസൈൽ ഗ്രൂപ്പ് ബാക്ക് ടു കോയെ. സോ അസൈൽ കാർണത്തിൻ എന്ത് ചെയ്യുന്നു, അഗെയിൻ കാർണത്തിൻ പ്ലസ് അസൈൽ കോയ ആവുന്നു. ഓക്കെ, കോയായിട്ട് കമ്പൈൻ ചെയ്യുന്നു വിത്ത് ദ പ്രസൻസ് ഓഫ് CAT2 എൻസൈം. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു, കാർണത്തിൻ അഗെയിൻ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ടു സൈറ്റോസോളിക് സൈഡ്. സോ ഇതാണ് സൈക്കിളാണ്. ക്ലിയർ ആണല്ലോ. സോ ഫസ്റ്റ് ഫാറ്റി അസൈൽ കോയെ ആക്ടിവേറ്റഡ് ഇൻ ദ സൈറ്റോപ്ലാസം of the cytosol, then comes the enzymes carnitine acyl transferase 1. So അതിൻ്റെ പ്രസൻസിൽ അസൈൽ കാർണത്തിൻ is forming. Then അസൈൽ കാർണത്തിൻ has to move from cytosol to mitochondria across the mitochondrial membrane. So translocase which helps in this reaction, that is which helps acyl carnitine to reach the mitochondrial matrix. So after reaching the mitochondrial matrix, the CAT2 enzyme will come. It will transfer the acyl group back to CoA and the carnitine return to cytosolic side and the remaining portion is fatty acyl CoA. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, മെയിൻ ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ സ്റ്റെപ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, സോ ഈ സ്റ്റെപ്സിൽ ഞാൻ ബീറ്റ ഓക്സിഡേഷൻ്റെ എൻ്റെ സ്റ്റെപ്പാണ് ഈ ഒരു സ്ലൈഡ് പറഞ്ഞാൽ. സോ ഇതിൽ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ, അതായത് ഫാറ്റി ആസിഡ് ആക്ടിവേഷൻ മുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. So steps of beta oxidation. Okay, see fatty acid RCH2 CH2 CH2 COOH. Okay, so your fatty acid activation, that is a fatty acid is activated to fatty acyl CoA. Already ഞാൻ പറഞ്ഞ കാര്യമാണ്. The enzyme is thiokinase or fatty acyl CoA synthase. അവിടെ ATP ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട്. സോ 2 ഹൈ എനർജി ബോണ്ട്സ് യൂട്ടിലൈസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. സോ ATP is converting into AMP and pyrophosphate. ഓക്കെ, സോ ഫാറ്റി അസൈൽ കോയ ആയി. ഇനി നമ്മുടെ ഫാറ്റി അസൈൽ കോയ എവിടെ ഫോം ചെയ്തേ, സൈറ്റോപ്ലാസം. സോ ഇറ്റ് ഹാസ് ടു മൂവ് ടു മൈറ്റോകോൺഡ്രിയ. സോ യു ക്യാൻ സീ സൈറ്റോപ്ലാസം നിന്ന് മൈറ്റോകോൺഡ്രിയൽ സൈഡിലേക്ക് വരുന്നു ബൈ ദ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ കാർണത്തിൻ ട്രാൻസ്പോർട്ടർ. സോ കാർണത്തിൻ്റെ പേരും ഓർത്ത് വയ്ക്കുക, അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെത്തിയോണിനും ലൈസിനുമാണ് ഇത് ഫോം ചെയ്യുന്നത്. മെയിൻലി ലിവറിലും കിഡ്നിയിലുമാണ് നമ്മുടെ കാർണത്തിൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ കാർണത്തിൻ്റെ പേര് ഓർത്ത് വെക്കുക, അത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് കാർണത്തിൻ്റെ പേര്. ഓക്കെ, എന്താണ്? ബീറ്റ ഹൈഡ്രോക്സി ഗാമ ട്രൈമീഥൈൽ അമോണിയം ബ്യൂട്ടൈറേറ്റ്. ഓക്കെ, സോ നമ്മുടെ എന്താ പറയുക, ഫാറ്റി അസൈൽ കോയ നമ്മുടെ മൈറ്റോകോൺഡ്രിയയിലേക്ക് എത്തി. ഇനി നമ്മുടെ എന്താ പറയുക, റിയാക്ഷൻസ്. സോ അതിൽ ഞാൻ ആദ്യം ഓരോ സ്റ്റെപ്സിൻ്റെ പേര് പറയും. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, സോ ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ്, സോ മൈറ്റോകോൺഡ്രിയയിൽ എത്തിക്കഴിഞ്ഞു ഫാറ്റി അസൈൽ കോയെ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡീഹൈഡ്രോജനേഷൻ. ദാറ്റ് ഈസ് നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ FAD ലിങ്ക്ഡ് ഡീഹൈഡ്രോജനേഷൻ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് റിയാക്ഷൻ. സെക്കൻഡ് ഈസ് ഹൈഡ്രേഷൻ പറഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി അഗെയിൻ തേർഡ് സ്റ്റെപ്പ് പറഞ്ഞാൽ അഗെയിൻ ഒരു ഡീഹൈഡ്രോജനേഷൻ ആണ്. സോ ഫസ്റ്റ് ഡീഹൈഡ്രോജനേഷൻ, ബട്ട് FAD ലിങ്ക്ഡ് ഡീഹൈഡ്രോജനേഷൻ. സെക്കൻഡ് ഹൈഡ്രേഷൻ, ആൻഡ് ദ തേർഡ് വൺ ഈസ് അഗെയിൻ dehydrogenation, that is NAD plus dependent dehydrogenation, and the last step is cleavage. 4 steps ullu. So first dehydrogenation, FAD linked dehydrogenation, second hydration, third NAD plus linked or dependent dehydrogenation, and the last one is cleavage. Okay, so namukku one by one aayittu nokam. So first one is fatty acyl CoA
ഏതാണ് റിയാക്ഷൻ? ഡീഹൈഡ്രജനേഷൻ ആണ്. FAD ലിങ്ക്ഡ് ഡീഹൈഡ്രജനേഷൻ ആണ്. സോ FAD വരുന്നു. സോ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. FAD കൺവേർട്ടിങ് ഇൻ ടു FADH2 ആണ്, നോട്ട് NADH2. സോ ദയവേത് അത് അങ്ങനെ വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. സോ FAD to FADH2. ഓക്കെ, സോ fatty acyl CoA RCH2 CH2 CH2 CO SCOA, that is a fatty acyl CoA. First is FAD linked dehydrogenation. So അവിടെ of course enzyme എന്തായിരിക്കും? Dehydrogenase ആയിരിക്കും. Okay, so fatty acyl CoA ആണ് കൺവേർട്ട് ചെയ്യുന്നത്. So the enzyme is acyl CoA or fatty acyl CoA dehydrogenase. This is the first step. So FAD linked ആണ്. So FAD is converting into FADH2. NADH2 അല്ല, അത് മിസ്റ്റേക്ക് ആണ്. FAD is converting into FADH2. Okay, so one FADH2 will give 1.5 ATP. That is also very important. Okay, ക്ലിയർ ആണല്ലോ. എന്നിട്ട് ഡീഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, സോ ഹൈഡ്രജൻ നമ്മൾ എവിടെ നിന്നാണ് റിമൂവ് ചെയ്യുക? ബീറ്റ കാർബണിനാണ് റിമൂവ് ചെയ്യുക. സോ യു ക്യാൻ സീ ദ ബീറ്റ കാർബൺ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഓക്കെ, സോ എന്നിട്ട് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് നോക്കൂ, RCH2 CH ഡബിൾ ബോണ്ട്. ബിക്കോസ് RCH2 കഴിഞ്ഞിട്ടുള്ള CH എന്നൊരു ഹൈഡ്രജൻ പോകുന്നു, അടുത്ത CH2 എന്നൊരു ഹൈഡ്രജൻ പോകുന്നു. സോ അവിടെ CH വരും. സോ CH ഡബിൾ ബോണ്ട് CH CO SCOA, ദറ്റ് ഈസ് എ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ വന്നു. ദറ്റ് ഈസ് എ അൺസാച്ചുറേറ്റഡ് ഫാറ്റി അസൈൽ CoA. ക്ലിയർ ആണല്ലോ? ദറ്റ് ഈസ് എ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ഫാറ്റി അസൈൽ CoA. നെക്സ്റ്റ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? ഹൈഡ്രേഷൻ. സോ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് വാട്ടർ. സോ യു ക്യാൻ സീ പ്ലസ് H2O is adding. എൻസൈം എന്തായിരിക്കും? ഹൈഡ്രേഷൻ ആണ്. സോ ദ എൻസൈം വിൽ ബി ഹൈഡ്രറ്റേസ്. സോ ഫോം ചെയ്തത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ഫാറ്റി അസൈൽ CoA ആണ്, അണ്ടർഗോ ഹൈഡ്രേഷൻ. സോ ആ ഫോം ചെയ്യുന്നതിൻ്റെ പേര് എന്താണ്? സോറി, ഏത് എൻസൈമിൻ്റെ പ്രസൻസിലാണ്? ഹൈഡ്രറ്റേസ്. എൻസൈമിൻ്റെ പേരാണ് ഇനോയിൽ CoA ഹൈഡ്രറ്റേസ്. ഓക്കെ, ഇനോയിൽ CoA ഹൈഡ്രറ്റേസ്. ഇനി ഈ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ഫാറ്റി അസൈൽ CoAനെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ് ഡെൽറ്റ ടു ഇനോയിൽ CoA എന്നും പറയാം. സോ ദാറ്റ് ഈസ് എ ഇനോയിൽ CoA ഹൈഡ്രറ്റേസ് എൻസൈം വരുന്നത്. സോ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു. സോ വാട്ടർ എവിടെ ആഡ് ചെയ്യുന്ന? ഡബിൾ ബോണ്ട് ഉള്ള സ്ഥലത്ത് നമ്മൾ അവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, അവിടെ HOH ആഡ് ചെയ്യുന്നു. Then RCH2 CHOH CH2 CO SCOA, that is a beta hydroxy, because beta position there is a OH. So beta hydroxy fatty acyl CoA. Okay, that is a second product. This reaction is hydration. Okay, in next third reaction ഞാൻ പറഞ്ഞു again ഒരു dehydrogenation ആണ്, പക്ഷേ വ്യത്യാസമുണ്ട്. NAD+ linked dehydrogenation ആണ്. സോ എൻസൈം ഡീഹൈഡ്രോജനേസ്, ബീറ്റ ഹൈഡ്രോക്സി ഫാറ്റി അസൈൽ CoA ഡീഹൈഡ്രോജനേസ്. ഏത് കോമ്പൗണ്ടിൽ നിന്നാണോ അടുത്ത പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്, ഏത് റിയാക്ഷനാണോ, സോ ആ കോമ്പൗണ്ടിൻ്റെ പേര് ഇതിലൂടെ എൻസൈമിൻ്റെ കൂടെ ചേരും. ഓക്കെ, സോ ഡീഹൈഡ്രോജനേസ് മുകളിലുള്ളത് പ്രോഡക്റ്റ് എന്താ? ബീറ്റ ഹൈഡ്രോക്സി ഫാറ്റി അസൈൽ CoA ആണ്, അണ്ടർഗോ NAD+ linked dehydrogenation. സോ ബീറ്റ ഹൈഡ്രോക്സി ഫാറ്റി അസൈൽ CoA dehydrogenase. So NAD+ is converting into NADH. So one NADH is equivalent to 2.5 ATP. So 2.5 ATP is forming. Then what happens? Again നമ്മൾ എന്താ സംഭവിച്ച? H2 ആണ് റിമൂവ് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് ഇവിടെ നിന്ന് H റിമൂവ് ചെയ്യുന്നു. യു ക്യാൻ സി ബീറ്റ പൊസിഷൻ തന്നെയാണ് H റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ H2 ആണ്. സോ 2 H റിമൂവ് ചെയ്യുന്നു, HOH. ആ H റിമൂവ് ചെയ്യുന്നു, റിമൈനിങ് CO. സോ RCH2 CO CH2 CO SCOA, ദാറ്റ് ഈസ് ഒരു കീറ്റോ ഗ്രൂപ്പ് വരുന്നുണ്ടല്ലേ. ദാറ്റ് ഈസ് എ ബീറ്റ കീറ്റോ ഫാറ്റി അസൈൽ CoA. ദാറ്റ് ഈസ് എ ബീറ്റ കീറ്റോ ഫാറ്റി അസൈൽ CoA സെക്കൻഡ് ഡീഹൈഡ്രോജനേഷൻ. ദാറ്റ് ഈസ് NAD+ linked ഡീഹൈഡ്രോജനേഷൻ. ഓക്കെ, ഇനി സോ അവിടെ 2.5 ATPs ഫോം ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ക്ലീവേജ്. സോ ക്ലീവേജ് പറഞ്ഞാൽ ഏത് കോമ്പൗണ്ടാണ് ക്ലീവേജ് നടക്കുന്നത്? ബീറ്റ കീറ്റോ ഫാറ്റി അസൈൽ CoA അണ്ടർഗോ ക്ലീവേജ്. സോ ക്ലീവേജ് നടക്കുന്ന സമയത്ത് ഒരു CoASH ആഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലീവേജിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് തയോളേസ്. ഓക്കെ, എന്താണ് തയോളേസ്? സോ CoASH ആഡ് ചെയ്യുന്നുണ്ട്, അവിടെ
ബീറ്റ കീറ്റോ ഫാറ്റി അസൈൽ കോയെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സോ സ്പ്ലിറ്റ് ചെയ്യുന്നത് ബീറ്റ പൊസിഷനിലായി സ്പ്ലിറ്റ് ചെയ്യുക. സോ RCH2CO, സോ അവിടെ ഒരു സ്പ്ലിറ്റിംഗ് നടക്കും. ഓക്കെ, പിന്നെ CH2CO SCO, അത് വേറെ സെക്കൻഡ് പാർട്ട്. സോ നമ്മൾ കോയ SH ആഡ് ചെയ്യുന്നുണ്ട്, RCH2CO അതിലേക്ക് ഈ കോയ SH ആഡ് ചെയ്യും. സോ RCH2CO SCOA, ദാറ്റ് ഇസ് എ ഫാറ്റി അസൈൽ കോയെ ഫോം ചെയ്യുന്നുണ്ട്, പ്ലസ് CH2CO SCOA അത് ബാലൻസ് ചെയ്യുമ്പോഴേക്കും CH3CO SCOA, ദാറ്റ് ഇസ് അസറ്റൈൽ കോയെ. അസറ്റൈൽ കോയെ എങ്ങോട്ടേക്കാണ് പോവുക? ഓഫ് കോഴ്സ് അസറ്റൈൽ കോയെ വിൽ എൻ്റർ ദ TCA cycle or the citric acid cycle. ഓക്കെ, സോ സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് പോകുമ്പോൾ 10 ATP ആണെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ ഫാറ്റി അസൈൽ കോയെ? സോ ഫാറ്റി അസൈൽ കോയെ അഗെയിൻ ഫർദർ സൈക്കിൾസ്, അതായത് അഗെയിൻ ഫസ്റ്റ് ഡിഹൈഡ്രോജനേഷൻ, ഹൈഡ്രേഷൻ, ഡിഹൈഡ്രോജനേഷൻ ആൻഡ് ക്ലീവേജ്. ഈ ഒരു സൈക്കിളിങ്ങിന് എന്താ പറയുക, ഫർദർ സൈക്കിൾസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ന്യൂലി ഫോംഡ് ഫാറ്റി അസൈൽ കോയെ സീക്വൻഷ്യലി അണ്ടർഗോ ഫർദർ സൈക്കിൾസ്, ഫോർ എക്സാമ്പിൾ 1, 2, 3 and 4 ഓഫ് ബീറ്റ ഓക്സിഡേഷൻ അൺടിൽ എവിടെ വരെ ഒരു ഫാറ്റി ആസിഡ് കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്ത് അസറ്റൈൽ കോയെ ആവുന്ന വരെ ഈ ഒരു പ്രോസസ്സ് നടക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് മെയിൻ സ്റ്റെപ്സ്. ഓക്കെ, ഇനി ഇതിൽ മെയിനായിട്ടുള്ള എൻസൈംസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. FAD ലിങ്ക്ഡ് ഡിഹൈഡ്രോജനേസ് എൻസൈം. സോ FAD ആവുന്നു 1.5 ATP. സെക്കൻഡ് ഹൈഡ്രേഷൻ. തേർഡ് വൺ ഈസ് NAD പ്ലസ് ഡിപ്പെൻഡൻറ്റ് ഡിഹൈഡ്രോജനേസ് വിൽ പ്രൊഡ്യൂസ്, that is NAD to NADH conversion. 2.5 ATPs will be producing. Finally cleavage in presence of the enzyme തയോളേസ്. നമ്മൾ ഓർക്കേണ്ടത് തയോളേസും ഉണ്ട്, തയോകൈനേസും ഉണ്ട്. തയോകൈനേസ് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, അതായത് തയോകൈനേസ് എവിടെയാണ് ഉള്ളത്? സൈറ്റോപ്ലാസ്റ്റിലാണ്. ഫാറ്റി ആസിഡ് ആക്ടിവേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ്. തയോളേസ് പറഞ്ഞാൽ ഫൈനൽ ക്ലീവേജിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ATP ഈൽഡ് അല്ലെങ്കിൽ എനർജറ്റിക്സ് നോക്കാം. ഫോർ എക്സാമ്പിൾ 16 കാർബൺ, നമുക്കറിയാം 16 കാർബൺ പാൽമിറ്റിക് ആസിഡ് undergo beta oxidation. സോ എത്ര സൈക്കിൾ നടക്കും? സോ യു ക്യാൻ സീ ദ ഡയഗ്രാം ഓവർ ഹിയർ. റൈറ്റ് സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. 16 കാർബൺ, ഞാൻ പറഞ്ഞു ഒരു ഫാറ്റി ആസിഡ് കംപ്ലീറ്റ്ലി അത് അസറ്റൈൽ കോയെ ആവുന്ന വരെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. സോ എത്ര സൈക്കിൾ നടക്കും? 16 കാർബണുള്ള പാൽമിറ്റിക് ആസിഡ്, യു ക്യാൻ സീ 16 കാർബൺ. സോ ഒരു സൈക്കിൾ, ആ സൈക്കിൾ നോക്കൂ, ഒരു സൈക്കിൾ നടന്നു ഒരു അസറ്റൈൽ കോയെ. സോ 2 കാർബൺ കുറഞ്ഞു, ബിക്കോസ് ബീറ്റ ഓക്സിഡ്. സോ 2 കാർബൺ സ്പ്ലിറ്റിംഗ് ആണ്. ബീറ്റ പൊസിഷനിൽ 2 കാർബൺ യൂണിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. സോ 14 ആയി ഒരു അസറ്റൈൽ കോയെ. അഗെയിൻ 2 പോയി, 12 അസറ്റൈൽ കോയെ, 10 അസറ്റൈൽ കോയെ, 8 അസറ്റൈൽ കോയെ, അഗെയിൻ 6 ആവുന്നു, 4 ആവുന്നു അസറ്റൈൽ കോയെ. ഫൈനലി ഒരു അസറ്റൈൽ കോയെ ഫോം ചെയ്യുന്നു. ടോട്ടൽ എത്ര സൈക്കിൾ നടക്കുന്നു എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7 സൈക്കിൾസ്. ഓക്കെ, സോ 7 സൈക്കിൾസ് നടക്കുന്നുണ്ട്. എത്ര അസറ്റൈൽ കോയെ ഫോം ചെയ്യുന്നുണ്ട്? 7 പ്ലസ് ലാസ്റ്റ് ഒരു 1. സോ 8 മോളിക്യൂൾസ് ഓഫ് അസറ്റൈൽ കോയെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ 16 കാർബൺ പാൽമിറ്റിക് ആസിഡ് അണ്ടർഗോ ബീറ്റ ഓക്സിഡേഷൻ. എത്ര സൈക്കിൾസ് ആണ്? 7 സൈക്കിൾസ്. ആൻഡ് ദ അസറ്റൈൽ കോയെ മോളിക്യൂൾസ് ഫോംഡ് എത്രയാണ്? 8 മോളിക്യൂൾസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു മോളിക്യൂൾ അസറ്റൈൽ കോയെ ഫോം ചെയ്യുമ്പോൾ തന്നെ അത് TCA സൈക്കിളിലേക്ക് പോകുമ്പോൾ 10 ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ FADH2 1.5 ATP, NADH 2.5 ATP. സോ നമ്മൾ എനർജി ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 16 കാർബൺ പാൽമിറ്റിക് ആസിഡ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 8 അസറ്റൈൽ കോയെ. സോ 8 അസറ്റൈൽ കോയെ ഫോം ചെയ്യുന്നുണ്ട്. ഒരു അസറ്റൈൽ കോയെ TCA സൈക്കിളിലേക്ക് പോകുമ്പോൾ 10 ATP പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ 8 അസറ്റൈൽ കോയെ പോകുമ്പോൾ 80 ATP. 8 × 10 ദാറ്റ് ഇസ് 80 ATP. ഇനി ഒരു സൈക്കിളിൽ ഒരു FADH2 ദാറ്റ് ഇസ് 1.5 ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ 7 സൈക്കിൾസ് നടക്കുമ്പോൾ 7 FADH2 അന്ന് 1.5 ATP ദാറ്റ് ഇസ് 10.5 ATP. ഇനി NADH അതുപോലെ തന്നെ NADH ആവുന്നത് 7 സൈക്കിൾസ് നടക്കും. സോ ഒരു സൈക്കിൾ നടക്കുമ്പോൾ 2.5 ATP. സോ ഇൻറ്റു 2.5, 7 × 2.5 ദാറ്റ് ഇസ് 17.5 ATP. ഓക്കെ, സോ ടോട്ടൽ വരുമ്പോൾ 108 പ്ലസ് ഗ്രോസ് ടോട്ടൽ വരുമ്പോൾ ഇത് ഫുൾ ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് 108 ATP. 80 പ്ലസ് 10.5 പ്ലസ് 17.5 ദാറ്റ് ഇസ് 108 ATP ഈസ് ദ ഗ്രോസ് ടോട്ടൽ. ഓക്കെ, നമ്മൾ നെറ്റ് ഈൽഡ് നോക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഫസ്റ്റ് നമ്മൾ ഫാറ്റി ആസിഡ് അസൈൽ കോയെ ദാറ്റ് ഇസ് ഫാറ്റി ആസിഡ് ആക്ടിവേഷൻ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു 2 ഹൈ എനർജി ബോണ്ട്സ് അവിടെ യൂട്ടിലൈസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇൻ പ്രസൻസ് ഓഫ് തയോകൈനേസ്.
സോ അവിടെ 2 ATP അവിടെ പോയി. ഓക്കെ, ബിക്കോസ് അതവിടെ നമ്മൾ ഡൊണേറ്റ് ചെയ്തു. സോ 108 മൈനസ് 2, that is a 106 ATP, that is ultimate yield, that is the net yield in the beta oxidation. Okay, this is the energetics. Clear ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ ഏതൊരു സൈക്കിൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ റെഗുലേഷൻ, ഹൗ ദ പാത്ത് വേ ഈസ് ഗെറ്റിംഗ് റെഗുലേറ്റഡ്, സോ ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ബീറ്റ ഓക്സിഡേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ടും നമ്മൾ അവൈലബിലിറ്റി ഓഫ് ഫ്രീ ഫാറ്റി ആസിഡാണ്. ഓക്കെ, ബിക്കോസ് നമുക്ക് ഫ്രീ ഫാറ്റി ആസിഡ് അവൈലബിൾ ആണെങ്കിൽ ബീറ്റ ഓക്സിഡേഷൻ്റെ റേറ്റ് കുറയും. ബിക്കോസ് ഓൾറെഡി നമുക്ക് ഫ്രീ ഫാറ്റി ആസിഡ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ എന്താ പറയുക, അതുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ബീറ്റ ഓക്സിഡേഷൻ്റെ റേറ്റ് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. അതനുസരിച്ച് ബോഡി ബാലൻസ് ചെയ്യും. ഇനി ഫ്രീ ഫാറ്റി ആസിഡിൻ്റെ അവൈലബിലിറ്റി മെയിനായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഗ്ലൂക്കഗോൺ ഇൻസുലിൻ റേഷ്യോ. ഓക്കെ, സോ ഫ്രീ ഫാറ്റി ആസിഡ് ലെവൽ മെയിനായിട്ടും കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഗ്ലൂക്കഗോൺ ഇൻസുലിൻ റേഷ്യോ. ഓക്കെ, ഇതിൽ ഗ്ലൂക്കഗോൺ വിൽ ഇൻക്രീസ് ദ ഫ്രീ ഫാറ്റി ആസിഡ് ലെവൽ ആൻഡ് ഓഫ് കോഴ്സ് ഇൻസുലിൻ ഹാസ് എൻ ഓപ്പോസിറ്റ് എഫക്റ്റ്. ഓക്കെ, സോ എപ്പോഴും ഓർക്കുക, ഗ്ലൂക്കഗോൺ വിൽ ഇൻക്രീസ് ദ ഫ്രീ ഫാറ്റി ആസിഡ് ലെവൽ ആൻഡ് ഇൻസുലിൻ ഹാസ് ഓപ്പോസിറ്റ് ബിക്കോസ് ഇറ്റ് വിൽ ഡിക്രീസ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു CAT1, that is എന്താ പറയുക, കാർണിത്തിൻ അസൈൽ ട്രാൻസ്ഫറേസ് 1 എൻസൈം. സോ ദാറ്റ് ഇസ് ദ റെഗുലേറ്റർ ഓഫ് ദ എൻട്രി ഓഫ് ഫാറ്റി ആസിഡ് ഇൻ ടു മൈറ്റോകോൺഡ്രിയ. ഓക്കെ, ഈ CAT1ൻ്റെ പ്രസൻസിലാണ് നമ്മുടെ അസൈൽ കാർണിത്തിൻ ഫോം ചെയ്യുന്നത്. സോ മെലനൈൽ കോയ എന്നൊരു കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഇൻഹിബിറ്റ്സ് ദിസ് CAT1 ആക്ടിവിറ്റി. മെലനൈൽ കോയ വിൽ ഇൻഹിബിറ്റ് ദ കാർണിത്തിൻ അസൈൽ ട്രാൻസ്ഫറേസ് 1 ആക്ടിവിറ്റി. ഓക്കെ, സോ അങ്ങനെ അവിടെ ഒരു ഇൻഹിബിഷൻ വരുന്നുണ്ട്. പിന്നെ ഡ്യൂറിങ് ദ ഡിനോവോ സിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്, സോ ഫാറ്റി ആസിഡ് സിന്തസിസിൻ്റെ സമയത്ത് അഫ്കോഴ്സ് ഫാറ്റി ആസിഡ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ബീറ്റ ഓക്സിഡേഷൻ വിൽ ബി അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ പ്രോസസ്സാണ്. സോ സിന്തസിസ് നടക്കുമ്പോൾ അഫ്കോഴ്സ് നമ്മുടെ ഓക്സിഡേഷൻ വിൽ ബി ഇൻഹിബിറ്റഡ്, അതാണ് റെഗുലേഷൻ. ഓക്കെ, പിന്നെ ഡിഫക്ട്സ് ഉണ്ട്. ബീറ്റ ഓക്സിഡേഷനിൽ ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട്. സോ അതായത് ഫാറ്റി ആസിഡ്സിൻ്റെ ട്രാൻസ്പോർട്ടിൽ സൈറ്റോപ്ലാസ്റ്റ് മൈറ്റോകോൺഡ്രിയയിലേക്ക് വരുമ്പോൾ ഡിഫക്റ്റ്, ബിക്കോസ് അവിടെ എന്താ പറയുക, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായാൽ ഡെഫിഷ്യൻ എനർജി പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ടും കോമൺ ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൈപ്പോകീറ്റോട്ടി ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർ അമോണീമിയ, സ്കെൽറ്റൽ മസിൽ വീക്ക്നെസ്, ലിവർ ഡിസീസസ്. ഇതൊക്കെ എന്താ പറയുക, നമുക്ക് കറക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ നടന്നിട്ടില്ലെങ്കിൽ, ഡിഫക്റ്റിൻ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ. പിന്നെ ഓർഗാനിക് ആസിഡ് യൂറിയാസ്, അത് ഓൾറെഡി ജനറൽ ഒരു ഡിസോർഡറാണ്. നമ്മുടെ ഫാറ്റി ആസിഡ് മെറ്റബോളിസം അല്ലെങ്കിൽ നമ്മുടെ അമിനോ ആസിഡ് മെറ്റബോളിസം ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ജനറൽ ഡിഫക്റ്റാണ് ഓർഗാനിക് ആസിഡ് യൂറിയാസ്. സോ അതുപോലെ നമ്മൾ പറഞ്ഞു അക്യുമുലേഷൻ ഓർഗാനിക് ആസിഡ്സ്. സോ ഓർഗാനിക് ആസിഡ് യൂറിയാസ് വരുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായി മെറ്റബോളിസം നടന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഓർഗാനിക് ആസിഡ്സ് ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും, യൂറിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യും. ആസിഡോസിസ്, വോമിറ്റ്, ഇതൊക്കെ ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. മെൻ്റൽ ഫിസിക്കൽ റിട്ടാർഡേഷൻ, അതൊക്കെ. സോ ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ക്രൊമറ്റോഗ്രാഫിക്കലിയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഫാറ്റി ആസിഡ് മെറ്റബോളിസത്തിലുള്ള ഡിസോർഡേഴ്സ് ഓൾസോ വിൽ അസോസിയേറ്റ് വിത്ത് സിട്രിക് ആസിഡ് സൈക്കിൾ, അതിനൊക്കെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അത് നമ്മൾ പറഞ്ഞല്ലോ, ബിക്കോസ് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ വഴി ഫോം ചെയ്ത പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അസറ്റൈൽ കോയെ. ഇതൊക്കെയാണ് ജനറൽ ഡിഫക്ട്സ്. സോ ഇതാണ് മെറ്റബോളിസം. ദാറ്റ് ഈസ് മെറ്റബോളിസം ഓഫ് ലൈപ്പിഡ്സിൽ നമ്മൾ ബീറ്റ ഓക്സിഡേഷൻ, അതായത് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ. സോ ഫാറ്റി ആസിഡ് എങ്ങനെ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിപ്പറേറ്റീവ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, മെയിൻ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, സോ അതിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു 16 കാർബൺ ആണെങ്കിൽ ഒരു 16 കാർബൺ പാൽമിറ്റിക് ആസിഡ് അണ്ടർഗോ ബീറ്റ ഓക്സിഡേഷൻ, ദെൻ വാട്ട് ഹാപ്പൻസ്, എത്ര സൈക്കിൾസ് നടക്കുന്നുണ്ട്, എത്ര മോളിക്യൂൾസ് ഓഫ് അസിറ്റൈൽ കോയെ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇതൊരു സൈക്കിളാണെന്ന് പറഞ്ഞു. സോ അൾട്ടിമേറ്റ്ലി എത്ര അസിറ്റൈൽ കോയെ ഫോം ചെയ്യുന്നുണ്ട്, അതായത് ഒരു ഫാറ്റി ആസിഡ് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്യുന്നവരെ ആ സൈക്കിൾ എന്താ പറയുക കണ്ടിന്യൂ ചെയ്യും. പിന്നെ അതെങ്ങനെ നമ്മളെങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.